കരുതൽ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. സർവശക്തനായ ദൈവം താൻ വിളിച്ച് വേർതിരിച്ച തന്റെ ഭക്തനായ അബ്രഹാമിനോട് പറയുക, നീ നിന്റെ മകനെ ഹോമയാഗം കഴിക്കണം. തലമുറയില്ലാതെ 25 വർഷം വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു അപ്പൻ. ഇപ്പൊ ഈ അബ്രഹാമിന് സാറയോടും പറയാൻ പറ്റത്തില്ല, ബാല്യക്കാരനോടും പറയത്തില്ല, സ്വന്തം മകനെ യാഗം കഴിക്കാൻ ആരെങ്കിലും പറയാൻ പറ്റുമോ? നോക്കൂ, ആ അപ്പന് ആ ഭാരം ചുമന്ന് ആ വിങ്ങിയ ഹൃദയത്തോടെ മകന് ഫുഡ് മേടിച്ചു കൊടുത്ത് കൊതി തീർന്നില്ല, മകന്റെ മുഖം കണ്ട് കൊതി തീർന്നില്ല, മകനെ ലാളിച്ച് കൊതി തീർന്നില്ല. കൊതി തീരാതെ അപ്പൻ ആ മകന്റെ കൈക്ക് പിടിച്ചോണ്ട് നടക്കുക. ഇടയ്ക്കിടയ്ക്ക് മകൻ ചോദിക്കുന്നുണ്ട്, അപ്പാ യാഗമൃഗം എവിടെ? അപ്പം പറയും, മോനെ യഹോവ കരുതും. എല്ലാ 1 മണിക്കൂറും ഈ മകൻ അപ്പനോട് ചോദിച്ചു കാണും, നിങ്ങൾ അപ്പന്റെ സൈഡിലോട്ട് നിന്നേ. അപ്പന്റെ ഹൃദയം എന്തുവാ? ആരോടേലും ഒന്ന് വാക്ക് പറഞ്ഞ് ഒരു 2 മിനിറ്റ് ഒന്ന് കരഞ്ഞു കഴിയുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലോ അകത്ത്. ആരോടും പറയാതെ ഉയരത്തിലെ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് തന്റെ ഏകമകനെയും കൊണ്ട് ഹല്ലേലൂയ അങ്ങനെ യാത്ര ചെയ്യുന്നവരിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, പല വിഷയങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് എന്നിതിന് റിസൾട്ട് വരുമെന്ന് വെളിപ്പെട്ടിട്ട് സഞ്ചരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുവാണ്, നിനക്ക് വേണ്ടി ഒരു കരുതൽ ഞാൻ വെച്ചിട്ടുണ്ട്. ചില മണിക്കൂറുകളുടെ യാത്ര മാത്രമേ നിനക്കുള്ളൂ കേട്ടോ, ചില നിമിഷങ്ങളുടെ യാത്ര മാത്രമേ ഉള്ളൂ. നീ നിലവിളിക്കാതെ വിശ്വാസത്തോടെ സഞ്ചരിച്ചോ. നിങ്ങൾ ഇന്ന് യാമങ്ങളിൽ കിടന്ന് എത്ര വിഷയമായാലും നിങ്ങൾ ഉറങ്ങും, എന്നാൽ ഉറങ്ങാത്ത ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. നീ ക്ഷീണിച്ച് തളർന്ന് ഹല്ലേലൂയ ചില നിമിഷങ്ങളെ നിനക്കിനിയും ചില യാത്രകൾ ഇത്ര സമയം കഴിയുമ്പോൾ ഞാൻ തീരാൻ പോവുകയാ, ഇത്ര മാസം കഴിയുമ്പോൾ എൻ്റെ വീടിൻ്റെ വിഷയം ഹല്ലേലൂയ ജപ്തിയാകാൻ പോവുകയാ, ഇത്ര പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ നടക്കാൻ പോവുകയാ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി ഒരു കരുതൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പകൽ നീ വിശ്വസിച്ചോ.